ഒന്ന് നമ്മുടെ വാക്കുകൾ കാരണം നമ്മുടെ പാപത്തിലേക്ക് ഇറക്കാം, അല്ലെങ്കിൽ നമ്മുടെ വാക്കുകൾ കാരണം നമ്മുടെ യൗവനം തുച്ഛീകരിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് സങ്കീർത്തനക്കാരൻ ഇങ്ങനെ പറയുന്നത്. സങ്കീർത്തനം 19:14 എടുത്തു ഫസ്റ്റ് പറയുന്ന കാര്യമാണ്, എൻ്റെ പാറയുള്ള യഹോവേ, എൻ്റെ വായിൽ നിന്ന് വരുന്ന വാക്കുകൾ എങ്ങനെയായിരിക്കണം എന്നുള്ളത് നിനക്ക് പ്രസാദമുള്ളതായിരിക്കണം. നമ്മുടെ വായിൽ നിന്ന് വരുന്ന വാക്ക് ദൈവത്തിന് ഇഷ്ടമാണോ? നമ്മുടെ വായിൽ നിന്ന് വരുന്ന വാക്ക് ഒരു ജീവിതത്തെ വിഷമിപ്പിക്കുന്നതാണോ എന്ന് നാം ചിന്തിക്കേണ്ട സമയമായിരിക്കുന്നു. പ്രത്യേകിച്ച് യുവജനങ്ങളോട് പറയുന്നു, നമുക്ക് ഈ സമയം നമ്മുടെ വാക്കുകൾക്കൊരു കൺട്രോൾ ഇല്ലാത്തൊരു ടൈമാണ്. കാരണം ദേഷ്യം വരും, എല്ലാം വരും. നമ്മൾ എടുത്ത് ഉപയോഗിക്കുന്ന ചില വാക്കുകൾ നമുക്ക് എതിരെ നിൽക്കുന്ന ആൾക്കൊരു വിഷമം വരുന്നതാണോ, നമ്മുടെ ആത്മീയതയെ കെടുത്തുന്ന വാക്കുകളാണോ എന്ന് ചിന്തിക്കണം. എന്നിട്ട് മാത്രമേ നാം പറയാൻ പോകാവുള്ളൂ. രണ്ടാമത്തെ കാര്യം എന്നുള്ളത് നമ്മുടെ നടപ്പ് എന്നുള്ളതാണ്. വാക്ക് കഴിഞ്ഞു നടപ്പ്. നമ്മുടെ നടപ്പ്, നമ്മുടെ ഈ ലോകത്തിലായിരിക്കുമ്പോൾ നമ്മൾ പറയും നാട് ഒഴുകുമ്പോൾ നമ്മൾ നടുവേ ഉള്ളൂ. ലോകത്തിലായിരിക്കുമ്പോൾ അതിനോട് കൂടി നമ്മളൊന്ന് ചേർന്ന് നടക്കണം എന്നാണ് നമ്മളെല്ലാവരും പറയുന്നത്. അല്ല, ഒരു വിശ്വാസിയുടെ, ഒരു ദൈവവൈദ്യന്റെ നടപ്പ് ദൈവത്തിന് അനുരൂപമായിരിക്കണം. ഹല്ലേലൂയ. അതിനാണ് വീണ്ടും ഞാൻ ചില വാക്കുകൾ റെഫറൻസ് എടുത്തിട്ടുണ്ട്. സങ്കീർത്തനം 119:9 വാക്യം ഇങ്ങനെയാണ് പറയുന്നത്, ബാലൻ തന്റെ നടപ്പിനെ നിർമ്മലമാക്കുന്നത് എങ്ങനെയെന്നൊരു ചോദ്യത്തിന് രണ്ടാമത് 10 വാക്യം ഇങ്ങനെയാണ് പറയുന്നത്, നിന്റെ വചനപ്രകാരമാണ് നടക്കേണ്ടത്. ഒരു ബാലന്റെ നടപ്പ്, അല്ലെങ്കിൽ ഒരു യൗവനക്കാരന്റെ നടപ്പ്, അല്ലെങ്കിൽ ഒരു മനുഷ്യന്റെ നടപ്പ്, അല്ലെങ്കിൽ ഒരു ദൈവവൈദ്യന്റെ നടപ്പ് എങ്ങനെയായിരിക്കണം? വചനത്താലുള്ള നടപ്പാണ്.